വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. അടുത്തിടെയായി പ്രത്യേകിച്ച് ഈ വർഷം നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 400ഓളം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളാണ് കൊച്ചി സിറ്റി പോലീസ് പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ 20 കോടിയോളം രൂപയാണ് പോയിട്ടുള്ളത്. അത് ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ നിന്നാണ് ഇത്രയും വലിയ തുകകൾ പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് CBI ചമഞ്ഞ് തട്ടിക്കുക, ED ചമഞ്ഞ് തട്ടിക്കുക, കുറിയറിൽ ഡ്രഗ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ആൾക്കാരുടെ പൈസ വാങ്ങുക. ഒരാൾക്ക് കറൻസി ട്രേഡിംഗ്, ഫേക്ക് കറൻസി ട്രേഡിംഗ് ആപ്പ് വഴി ഏകദേശം 7 കോടി രൂപയോളം ആണ് പോയിട്ടുള്ളത്. ഇതിന്റെയൊക്കെ ഒരു കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് ഈ തട്ടിപ്പുകാര് ഏതെങ്കിലും പ്രൈവറ്റ് സേവിങ്സ് അക്കൗണ്ടിലേക്കാണ് ഈ പൈസ നിക്ഷേപിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത്. അതാണ് ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും ഒരു ഗവൺമെന്റ് ഏജൻസിയോ അല്ലെങ്കിൽ ഈവൻ ഒരു പ്രൈവറ്റ് ഫേമോ ഒരു ബിസിനസ് സ്ഥാപനമോ ഒരിക്കലും ആരുടെയും പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണ്, ഇല്ലെങ്കിൽ അത് തട്ടിപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ വക ഒരു 1930 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ആർക്കെങ്കിലും ഈ തട്ടിപ്പിന് ഇരയായാൽ എത്രയും പെട്ടെന്ന് 1930 കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആയ പൈസ ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ അത് റിക്കവർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷെ 1930 ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് അറിയിക്കേണ്ടതാണ്. മൊത്തത്തിൽ ഏകദേശം ഒരു 25 കോടി ഉണ്ട്. പിന്നെ ഈ 4 കേസുകളിൽ മാത്രമായിട്ടാണ് ഏകദേശം